ഒറ്റപ്പാലം സഹകരണ അർബൻ ബാങ്കിൽ CPIM നേതാവും കുടുംബാംഗങ്ങളും നടത്തിയ മുക്കുപണ്ട പണയത്തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. കുടുംബാംഗങ്ങളെ കൂടാതെ തിരുവനന്തപുരം, കൊല്ലം സ്വദേശികളുടെ പേരിലും മുക്കുപണ്ടം പണയം വെച്ചതായി കണ്ടെത്തി. ഇതുവരെ 45.5 ലക്ഷം രൂപയുടെ പണയത്തട്ടിപ്പാണ് കണ്ടെത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് നിയമോപദേശം തേടുമെന്ന് കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് 24നോട് പറഞ്ഞു. ഒറ്റപ്പാലം സഹകരണ അർബൻ ബാങ്കിലെ ജീവനക്കാരനായ മോഹനകൃഷ്ണനും സഹോദരി ഭർത്താവും CPIM തേങ്കുറിശി മുൻ ലോക്കൽ സെക്രട്ടറിയുമായ വാസുദേവനും ഭാര്യ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലക്ഷ്മി ദേവിയും മകൻ വിവേകും ചേർന്ന് നടത്തിയ മുക്കുവണ്ട തട്ടിപ്പിൽ നഷ്ടം 45 ലക്ഷം എന്നാണ് ഏറ്റവും ഒടുവിലെ കണ്ടെത്തൽ. 27 ലക്ഷം രൂപയുടെ തട്ടിപ്പ് എന്ന നിലയിൽ തുടങ്ങിയ അന്വേഷണമാണ് കൂടുതൽ സ്വർണം പരിശോധിച്ചപ്പോൾ 1/2 കോടിയോളം രൂപ എന്നതിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രതികൾ കൂടുതൽ പേരുടെ പേരുകളിൽ മുക്കുവണ്ടം പണയം വെച്ചിരിക്കുന്നതായാണ് പുതുതായി കണ്ടെത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം സ്വദേശികളായ 2 ആളുകളുടെ പേരുൾപ്പെടെയാണ് മുക്കുവണ്ടം പണയം വെച്ചിരിക്കുന്നത്. പ്രതിയായ വിവേകിന്റെ ഭാര്യയുടെ പേരിലും സ്വർണം പണയം വെച്ചതായി കണ്ടെത്തി. ലക്ഷ്മി ദേവി അംഗമായ കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് വിഷയം ഗൗരവമായാണ് കാണുന്നത്. ഇത്തരത്തിൽ കേസുകളിൽ ഉൾപ്പെട്ടാൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിനെതിരെ എന്തു നടപടി സ്വീകരിക്കണമെന്നതിൽ നിയമോപദേശം തേടാൻ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ്. ഈ പറയുന്ന കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ അതനുസരിച്ച് പാർട്ടി കൈകാര്യം ചെയ്യുമല്ലോ. ലീഗലായിട്ട് അന്വേഷിക്കാൻ വേണ്ടി സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇങ്ങനെയൊരു ഒഫൻസ് വന്നു കഴിഞ്ഞാൽ നിയമപരമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് സംബന്ധിച്ച് വകുപ്പുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ലീഗലായിട്ട് അന്വേഷിക്കാൻ വേണ്ടി സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തട്ടിപ്പിൽ ബാങ്കിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. മോഹനകൃഷ്ണന്റെ വസ്തുവകകൾ കണ്ടുകെട്ടാനുള്ള നടപടി ആരംഭിച്ച ഒറ്റപ്പാലം അർബൻ ബാങ്ക് വസ്തുക്കളുടെ വിവരങ്ങൾ ശേഖരിച്ചു. ഒറ്റപ്പാലം കോടതിയിൽ ഇതിനായുള്ള അപേക്ഷ ഉടൻ സമർപ്പിക്കുമെന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം മുക്കുപണ്ട പണയ തട്ടിപ്പ് വിവരിച്ചുകൊണ്ട് വിശദമായ കുറിപ്പ് അർബൻ ബാങ്ക് റിസർവ് ബാങ്കിന് നൽകിയിരുന്നു. രാജീവ് സുദേവിനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്.